മഴക്കാലത്ത് വാതരോഗമുള്ളവർക്കും ഹൃദ്രോഗമുള്ളവർക്കും അല്ലെങ്കിൽ പ്രസവിച്ചിരിക്കുന്നവർക്കുണ്ടല്ലോ, അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മീൻകറിയുടെ രീതിയാണ് ഈ കാണിക്കുന്നത്. ഞാനിപ്പോൾ അയലമീനാണ് ചെയ്യുന്നത്. പക്ഷേ പ്രസവിച്ചിരിക്കുന്നവർ, ഈ വയറിന് അസുഖമുള്ളവരൊന്നും അയലമീൻ കഴിക്കരുത്. വേറെ ഏത് മീനും ഇങ്ങനെ കറി വെച്ച് കഴിച്ചാൽ നമുക്ക് വലിയ സൈഡ് എഫക്റ്റോ രോഗങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നല്ലപോലെ ദഹിച്ചു പോവും. ഇതിന് വേണ്ടത് കുറച്ച് തേങ്ങ. ഇതിപ്പം മിക്സിയിലാണ് ഇപ്പോൾ അങ്ങ് അരയ്ക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ പൂളി ചുരണ്ടാൻ നിൽക്കില്ല. പച്ചമല്ലി, കുരുമുളക്, കുറച്ച് പുളിയില, കല്ലുപ്പ്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് ഉലുവ. അപ്പം ഇത് ഞാനിപ്പം ഒരു 1/4 കിലോ അയല, അതായത് 3 ചെറിയ അയലയ്ക്ക് ആവശ്യത്തിനുള്ള അരപ്പാണ് ഈ കാണിക്കുന്നത്. ആ പറഞ്ഞ കൂട്ടെല്ലാം കൂടി അരച്ചിട്ടുണ്ട്. ഇതിനകത്തിലൊരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് അരച്ചത്. എന്തിനാന്ന് വെച്ചാൽ ഈ നമ്മൾ പുളിയില അരയ്ക്കുകയാണല്ലോ, അപ്പോൾ അരയ്ക്കുമ്പം ഇതിൻ്റെ ഒരു കാറൽ ചുവ, പച്ച ഇലകൾക്കൊരു കാറൽ ചുവ ഉണ്ടാകും. അപ്പോൾ അത് മാറാൻ കല്ലുപ്പും ലേശം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ആ കാറൽ ചുവ ഉണ്ടാവില്ല. അരപ്പങ്ങനെ ചേർത്തു. ഇനി ഇതിൻ്റെ കൂടെ ഒരു ലേശം കടുകെണ്ണ അങ്ങ് ചേർക്കുക. മഴക്കാലമല്ലേ, വെളിച്ചെണ്ണ ഓൾറെഡി ഉണ്ട്. ലേശം കടുകെണ്ണയും ലേശം കറിവേപ്പിലയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയിലയിലേക്കാണ് ഇട്ടത് കേട്ടോ. ഞാനത് അയില വൃത്തിയാക്കി വെച്ചത് കാണിക്കാൻ വിട്ടുപോയി. നന്നായിട്ട് പുരട്ടി ചെറുതായിട്ട് വറ്റിച്ചെടുക്കുക. ഇത് അധികം വെള്ളം വേണ്ട, അപ്പം ഇത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ചെറുതീയിൽ വെന്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചത് തൂവി വാങ്ങുക. അപ്പോൾ ഊണ് കഴിക്കാൻ പോകണം. ആദ്യം തന്നെ അടുപ്പത്ത് നിന്ന് മഞ്ഞളും തുളസിയില ഇട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് നല്ല സുടുസുടാന തണ്ണി. ഇനി അടുത്തതായിട്ട് ചോറ് എടുക്കുകയാണ്. മൺകലത്തിൽ വെച്ച ചോറ്, ജസ്റ്റ് ഒരു തവി ചോറ്. കാരണം ഇന്ന് ഒരു നേരം സ്റ്റാർച്ച് കഴിക്കുന്നു. ജസ്റ്റ് ഒരു തവി ചോറ് ഉള്ളത്. നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ. ശരിക്കും പറഞ്ഞാൽ ചോറ് എത്ര കഴിക്കുന്നോ അത്ര തന്നെ പച്ചക്കറി കഴിക്കുന്നതാണ് ഇന്ന്. പക്ഷേ നമ്മുടെ അയലക്കറി ഉണ്ട്, അതുകൊണ്ട് തൈരുണ്ടെങ്കിലും തൈര് ഒഴിവാക്കുകയാണ്. കാരണം മീൻകറി ഉള്ളപ്പം നമ്മൾ തൈര് കഴിക്കാറില്ല. കുറച്ചുകൂടി ചാറെടുക്കട്ടെ. പിന്നെ കറിയായിട്ടുള്ളത് അച്ചാറ്. ഊണ് കഴിക്കാൻ പോവാണേ. പുളിയില അരച്ച മീൻകറി, അയലക്കറി. മഴക്കാലത്ത് വാതരോഗികളും ഹൃദ്രോഗികളും പിന്നെ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ മീൻ ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നവരാണ്. പിന്നെ തോരൻ എന്ന് പറഞ്ഞാൽ സാധാരണ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആളുകൾ കുറേ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി, സവാളയൊക്കെ ഇട്ട് വഴറ്റി. അങ്ങനെ ഒന്നും ചെയ്യരുത്. പിന്നെ കൊളസ്ട്രോൾ ബ്രേക്ക് ഡൗണോ ഓവർ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ വെളുത്തുള്ളി ഏറ്റവും അവസാനം ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെളുത്തുള്ളി അരച്ചാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അത് വെന്ത് പോയി കഴിഞ്ഞാൽ ആ കൊളസ്ട്രോൾ ബ്രേക്ക് ഡൗൺ ആക്കാനുള്ള വെളുത്തുള്ളിയുടെ കഴിവൊക്കെ നഷ്ടപ്പെടും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും. കുത്തിരി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റന്റ് നാരങ്ങ അച്ചാറ്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതൊരു ശീലമില്ല. മറ്റേ എപ്പോഴും ഞാൻ വെള്ളം കുടിക്കാറില്ല ഊണ് കഴിക്കുമ്പോൾ. ഇപ്പം ലേശം ഓവർ വെയിറ്റ് ഒരു 5 കിലോ എങ്കിലും കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമുക്ക് കുറച്ച് വണ്ണം കുറയാനുള്ള ഒരു ടെക്നിക്കാണ് അത്. കുടിക്കട്ടെ ആദ്യം.